വെള്ളച്ചാട്ടം ഏറെ ആസ്വദിക്കുന്നവരാണ് മലയാളികൾ. കേരളത്തിലേക്ക് പലരും എത്തുന്നതിന് വെള്ളച്ചാട്ടം ആസ്വദിക്കാനും കാണാനും ഒക്കെ വേണ്ടിയാണ്. എറണാകുളം പിറവത്തെ അരീക്കൽ വെള്ളച്ചാട്ടം കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം സമയം ചെലവഴിക്കാൻ ഒരു പറ്റിയ സ്ഥലമാണ്. മഴ വന്നതോടെ പതഞ്ഞ് നിറഞ്ഞൊഴുകുന്ന അരീക്കൽ വെള്ളച്ചാട്ടം ആസ്വദിക്കാനായി നിരവധി പേരാണ് എത്തുന്നത്. അരീക്കലിൽ നിന്ന് ശ്രീധരകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വെള്ളച്ചാട്ടം കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. പക്ഷെ മഴക്കാലത്ത് വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത് റിസ്ക് അല്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് എറണാകുളം പിറവത്തെ അരീക്കൽ വെള്ളച്ചാട്ടം. വളരെ സേഫായി വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനും അതിലിറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ യാത്ര. എറണാകുളം കൂത്താട്ടുകുളം റോഡിലൂടെ സഞ്ചരിച്ചാൽ അരീക്കൽ വെള്ളച്ചാട്ടത്തിലെത്താം. മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരുന്നവർ നേരെ പാമ്പാക്കുടയിലേക്ക് എത്തുക. റബ്ബർ തോട്ടങ്ങളും കാടുമൊക്കെയുള്ള വഴിയിലൂടെയാണ് യാത്ര. കാർഷിക ഗ്രാമമായ പാമ്പാക്കുട പഞ്ചായത്തിലെ അരീക്കൽ വെള്ളച്ചാട്ടത്തിനടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ചുറ്റും റബ്ബർ തോട്ടങ്ങളാണ്. എനിക്ക് ഇവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മഴയൊരുക്കി വെച്ച വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് പാസ് എടുക്കണം. അങ്ങോട്ട് പോകാം. 20 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശന സമയം. മഴയെത്തിയതോടെ അരീക്കലിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. അതിപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നതോടുകൂടി ഒത്തിരി ഒരു 4-5 വർഷമായിട്ട് ഫേമസ് ആയതാണ്. പിന്നെ ഇവിടെ എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് ഫെസ്റ്റ് ഉണ്ട്. ആ ഫെസ്റ്റോട് 10 ദിവസം പരിപാടിയുണ്ട്. കലാപരിപാടികൾ, ലൈറ്റ് ഷോയും ഒക്കെ ഉണ്ട്. അതോടുകൂടി അത്ര ഫേമസ് ആയത്. പച്ചപ്പടർപ്പുകൾ നിറഞ്ഞ പരിസരം. റോഡിൽ നിന്ന് താഴേക്കുള്ള പടിക്കെട്ടിറങ്ങിയാൽ അരീക്കൽ വെള്ളച്ചാട്ടമായി. മഴ തുടങ്ങിയാൽ പിന്നെ ഈ പടികൾ ഇറങ്ങുന്നവരുടെ എണ്ണം ദിവസേന 2000 വരെ ഉണ്ടാകുമെന്നാണ് അധികൃതരുടെ കണക്ക്. കിഴക്കൻ മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം 100 അടിയോളം താഴെയുള്ള കരിമ്പാറക്കൂട്ടങ്ങളിൽ പതിച്ച് ചിന്നിച്ചിതറുകയാണ്. മനോഹരമായൊരു പുഞ്ചിരി പോലെ അരീക്കൽ സഞ്ചാരികളെ മോഹിപ്പിക്കുന്നു. ഏകദേശം 100 അടി മുകളിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ പാറകളിൽ തട്ടി താഴേക്ക് വീഴുന്നത്. അപ്പം 3 തട്ടുകളിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം വീഴുന്നത്. ഈ വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനും വേണ്ടി അരീക്കൽ വെള്ളച്ചാട്ടത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനൊരു ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അടുത്ത് നിന്ന് കണ്ടുകൊണ്ട് വെള്ളച്ചാട്ടം ആസ്വദിക്കാം. അരീക്കൽ വെള്ളച്ചാട്ടം നന്നായി ആസ്വദിക്കണമെങ്കിൽ മഴ കനത്തു പെയ്യുമ്പോൾ വരണം. മഴയുള്ളപ്പോഴേ ഇവിടെ വെള്ളച്ചാട്ടത്തിന് വീര്യമുള്ളൂ. മഴ കുറഞ്ഞാൽ അത് നേർത്തു പോകും. ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ പതഞ്ഞൊഴുകുന്ന വെള്ളം ആരുടെയും മനസ്സ് കുളിർപ്പിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ദൂരെ നിന്ന് വന്നാൽ ഫസ്റ്റ് കൊണ്ടുവരുന്ന സ്ഥലം ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ വരണേ. ഇങ്ങനെ ഞാൻ ഇറങ്ങി, ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. വെള്ളച്ചാട്ടത്തിലൊന്നും ഇതുവരെ പോയിട്ടില്ല. പക്ഷെ നൈസ് സാധനം, അവിടെ കയറാനും പറ്റുന്നുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ഒരു റെയിനി സീസണൊക്കെ ആണെങ്കിൽ എന്തായാലും ഇവിടെ വന്നത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. സൂപ്പറാണ്. ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല സേഫാണ്, അതുപോലെ എൻജോയും ചെയ്യാൻ പറ്റും. പ്രകൃതി ഒരുക്കിയ സ്വിമ്മിംഗ് പൂളാണിത്. 3ാമത്തെ തട്ടിലെ ഈ തടയണയ്ക്ക് അധികം ആഴമില്ലാത്തതിനാൽ ഇഷ്ടംപോലെ നീന്തി തുടിക്കാം. കുട്ടികളുമൊത്ത് വരുന്നവർക്ക് ടെൻഷൻ ഇല്ലാതെ വെള്ളച്ചാട്ടത്തെ ആവോളം വാരിപ്പുണരാം. ഈറനോടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കയറി വരുമ്പോൾ ചൂട് ചായയോ നാരങ്ങ വെള്ളമോ കുടിക്കാൻ തോന്നിയാൽ അതും നടക്കും. വെള്ളച്ചാട്ടത്തോട് ചേർന്ന് ഒരു കൊച്ചു കടയുമുണ്ട്. കൂടുതൽ ആൾക്കാർ വീട്ടിൽ ഇരുന്ന് ചുമ്മാ ഇരുന്ന് അപ്പോൾ വ്ളോഗേഴ്സ് ഒരുപാട് പേര് വന്നു. അങ്ങനെയാണ് ഇവിടെ സെറ്റായത്, ആൾക്കാർ വന്നു തുടങ്ങിയത്. അതിനു മുമ്പ് എത്ര ആൾക്കാർ വരില്ലായിരുന്നു. അരീക്കൽ വെള്ളച്ചാട്ടം കാണാനെത്തുന്നവർക്ക് വ്യൂ പോയിന്റും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വരുന്നവർക്ക് ഡ്രസ് ചേഞ്ചിങ് റൂമും ഒരുക്കിയിട്ടുണ്ട്. വസ്ത്രം മാറുന്ന മുറിയിൽ സൗകര്യങ്ങൾ അല്പം പരിമിതമാണ്. നവീകരണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ വൈകാതെ വരുമെന്നാണ് അധികൃതർ പറയുന്നത്. വെള്ളച്ചാട്ടം എവിടെ നിന്ന് കണ്ടാലും അതിന്റെ അകത്ത് ഇറങ്ങി നിന്ന് കാണുന്നത്ര ഭംഗി എന്തായാലും പുറത്തുനിന്ന് ആസ്വദിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഇവിടെ സേഫ് ആണ്, ആഴം കുറവാണ്. അപ്പുറത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം.
മനോഹരിയാണ് അരീക്കൽ. തുള്ളിച്ചാടി ചിന്നിച്ചിതറി കൊതിപ്പിക്കുകയാണ്. ഉള്ളം കുളിർപ്പിക്കുന്ന തണുപ്പോടെ ഇക്കിളിയിടുകയാണ്. പാറകൾക്ക് മുത്തം കൊടുക്കുന്നതുപോലെ ഒഴുകിയിറങ്ങുകയാണ്. അതെ, അരീക്കൽ വെള്ളച്ചാട്ടത്തിന് വല്ലാത്തൊരു വശ്യതയാണ്. എനിക്ക് ഈ വെള്ളത്തിൽ നിന്ന് കയറാനേ തോന്നുന്നില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കലും അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും കാണാൻ വരുന്നു ഉറപ്പാണ്. അപ്പൊ എന്റെ ഫേവറേറ്റ് ഹാങ് ഔട്ട് സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ഇപ്പോൾ അരീക്കൽ വെള്ളച്ചാട്ടം ഉണ്ട്. ഈ മഴക്കാലം കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങളും ഇത് വന്ന് കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കൂ. ക്യാമറമാൻ ആഞ്ജനേയ ആദർശിനും തമിഴിനും ഷോൺസിനുമൊപ്പം ശ്രീനിത കൃഷ്ണൻ, ട്വന്റിഫോർ. അപ്പോൾ അങ്ങനെ പേടിയില്ലാതെ സുരക്ഷിതമായ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് അരീക്കൽ എന്ന് ശ്രീനിത കാണിച്ചു തന്നു. ഏതായാലും നമ്മളുടെ ഇനി മഴക്കാലമാണ്, അങ്ങനെ അരീക്കൽ നിറഞ്ഞ് അങ്ങനെ ഒഴുകുമ്പോൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് എല്ലാവർക്കും പോകാം.